ഇനി കോട്ടയത്തേക്കാണ്. അവിടെ നിന്ന് ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി ജോൺസൺ, എന്തൊക്കെയാണ് അവിടുത്തെ മഴക്കെടുതിയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, വൈകുന്നേരം 5:30 അതിശക്തമായിട്ടുള്ള മഴയും അതുപോലെ തന്നെ കാറ്റും കോട്ടയം ജില്ലയുടെ ചില മേഖലകളിൽ ഉണ്ടായത്. ഈ കാറ്റിലും മഴയിലും ഉഴവൂരിൽ റോഡരികിൽ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റ് കടപുഴകി വീണ് അതൊരു ഓട്ടോയുടെ മുകളിലേക്കാണ് വീണത്. ആ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇയാളെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില തൃപ്തികരമാണെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ രാമപുരം മേഖലയിലും അതിശക്തമായിട്ട് കാറ്റും മഴയും ഉണ്ടായി. അവിടെ രാമപുരം സ്കൂളിന് സമീപത്തുള്ള മരം കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഒരു കാറിന്റെ മുകളിലേക്കാണ് ഈ മരം വീണത്. അങ്ങനെ വ്യാപകമായി നേരത്തെ കോതമംഗലത്തും എറണാകുളം ജില്ലയുടെ പല മേഖലകളിലും ഉണ്ടായ അതേ സമയത്ത് തന്നെയാണ് ഈ ഉഴവൂർ അതുപോലെ തന്നെ രാമപുരം തുടങ്ങിയ മേഖലകളിൽ കാറ്റും മഴയും അതിശക്തമായിട്ടുണ്ടായത്. എന്തായാലും വലിയ നാശനഷ്ടം തന്നെയാണ് ഈ മേഖലകളിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. പല സ്ഥലങ്ങളിലും ശക്തമായ കാറ്റും മഴയും ഒപ്പം തന്നെ ഇടിമിന്നലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദിലീപ് കുമാർ, കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ടോബി ജോൺസൺ. കൊല്ലത്തേക്കാണ് ഇനി. കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി കൊല്ലം ജില്ലയിലെ മഴക്കെടുതിയുടെ വിശദാംശങ്ങൾ നൽകും. സൂര്യഗായത്രി, എന്തൊക്കെയാണ് കൊല്ലം ജില്ലയിലെ മഴക്കെടുതിയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ശക്തമായിട്ടുള്ള മഴയാണ് ജില്ലയിൽ പെയ്തത്. പ്രത്യേകിച്ച് പുനലൂർ മേഖലയിൽ കൂറ്റൻ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞ് ട്രെയിലർ ലോറിക്ക് മുകളിലേക്ക് വീണാണ് ഒരു അപകടം പുനലൂരിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പുനലൂർ നെല്ലിപ്പള്ളി പെട്രോൾ പമ്പിന് പുറകുവശത്തായാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. മഴയെ തുടർന്ന് സർവീസ് സെന്ററിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിലർ ലോറിക്ക് മുകളിലേക്ക് വലിയ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഈ വാഹനത്തിനുള്ളിൽ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും അടക്കം നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ ലോറിക്ക് മുകളിൽ വീണ മണ്ണും കോൺക്രീറ്റ് പാളിയും മുഴുവൻ എടുത്തു മാറ്റിയാൽ മാത്രമേ അത്തരത്തിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും സമീപവാസികളുടെ ആണ് പറഞ്ഞത്, ഇത്തരത്തിൽ വാഹനത്തിൽ 2 പേരുണ്ടായിരുന്നു. ഒരാൾ ഈ അപകട സമയത്ത് തന്നെ രക്ഷപ്പെട്ടു. ഒരാൾ അകത്തുണ്ടായിരുന്നു എന്നുള്ള പ്രാഥമിക വിവരം വെച്ചാണ് പോലീസ് ഈ രക്ഷാപ്രവർത്തനം തുടരുന്നത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. JCB ഉൾപ്പെടെ എത്തിച്ച് മണ്ണും കോൺക്രീറ്റും ഉൾപ്പെടെ മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.